ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇത് നമ്മുടെ അമൃതം പൊടി. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഇത് രാവിലെയാണെന്ന് കേട്ടോ. രാവിലെ അല്ല, ഇപ്പോൾ 4 മണി ആവാറായിട്ടുണ്ടായിരുന്നു. 4 അല്ല 3 മണി നോക്കട്ടോ. 3 മണി ആവാറായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം കുറച്ച് ലോങ് വീഡിയോ എടുത്തിടാം. അപ്പോൾ ദേ സുക്രുമണി ഇവിടെ മുട്ട തിന്നുകൊണ്ടിരിക്കുകയാണ്, മുട്ട ചിക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് സുക്രുവിന് പുട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടുള്ള പുട്ട് ഞാൻ കഴിച്ചു. അപ്പം പിന്നെ സുക്രുവിന് പുട്ടില്ല. അപ്പം ഞാൻ മുട്ട ചിക്കി കൊടുത്തു. അല്ലേ സുക്രു? മുട്ട ചിക്കിയത് ഇഷ്ടമാണെന്ന് പറയാം സുക്രുവിൻ്റെ. അത് തിന്നുകൊണ്ടിരിക്കുകയുണ്ട് സുക്രു. അപ്പോൾ സുധിച്ചേട്ടനും തുമ്പിയും നല്ല ഉറക്കത്തിലാണ് കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. പിന്നെന്താ, ഞാനും കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ഒരു ഇൻട്രോ എടുക്കാമെന്ന് കരുതി. ഇന്ന് നല്ലോണം പനികളുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പനികളായിരുന്നു, മൊത്തത്തിൽ പനികളായിരുന്നു. പെര അടിച്ചു വാരൽ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്നുണ്ടെങ്കിലും തുടക്കലില്ല. അപ്പം ഇന്ന് തുടച്ചു. അതേപോലെ തന്നെ ബാത്റൂമൊക്കെ കഴുകി, വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ കുറേ കച്ചറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി. പിന്നെ എന്തുട്ടാ, അലക്കാനാണെങ്കിൽ ഒരു ലോഡ് ഉണ്ടായിരുന്നു, അലക്കി വിരിച്ചു. പക്ഷേ സുധിച്ചേട്ടനാണ് കേട്ടോ കൂടുതലും ചെയ്തത്. ഞാൻ ഒരു ട്രിപ്പ് മാത്രം അലക്കാൻ ഇട്ടുള്ളൂ. ബാക്കി വിരിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്തത് സുധിച്ചേട്ടനാണ്. ഇവിടെ മൊത്തം പുറത്ത് മൊത്തം ഗ്രില്ലുമ്മലും നമ്മുടെ എന്തുട്ടാ ഗേറ്റുമ്മലും എല്ലാനും തുണികൾ വിരിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഭാഗ്യത്തിന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 15-ാം തീയതി അല്ലേ സുക്രുവിൻ്റെ നഴ്സറിയിൽ നിന്ന് ടൂർ പോകുന്നത്. ഇന്നലെയാണ് പറഞ്ഞിരുന്നത്, 14-ാം തീയതിയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് മാറ്റി 21-ാം തീയതിക്ക് ആക്കിയിട്ടാ. ഇനി അടുത്ത ശനിയാഴ്ച നമ്മൾ സുക്രുവിൻ്റെ നഴ്സറിയിൽ നിന്ന് ടൂർ പോകും. മലമ്പുഴക്കാണ് പോകണേ. അങ്ങനെ പിന്നെ എന്തിട്ടാ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മഴ ഇന്നില്ല. ഇന്നലെ വരെ നല്ല ഭയങ്കര മഴ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊടിയണുണ്ടായിരുന്നു മഴ അങ്ങനെ. പിന്നെ ഞാൻ വൈകുന്നേരം ഉഴുന്ന വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ. ഞാൻ ഉഴുന്നുവടയുടെ ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് എന്തായാലും ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. ഉഴുന്നുവട ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അളവൊന്നുമില്ല, ഞാനൊരു ഇതിലൊരു പാകത്തിന് എടുത്തിട്ടുണ്ട്. നാളേക്ക് വേണമെങ്കിൽ നാളെ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ, ആ ഉഴുന്നുവട എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ രാവിലെ ഞാൻ പറഞ്ഞ പോലെ പുട്ടും മുട്ടക്കുറുമയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചോറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കഞ്ഞി കൊടുത്തു. പിന്നെ മുട്ട ചിക്കിയതിനുണ്ട്. പിന്നെ എന്തിട്ടാ, ഞാനും രണ്ടാമത് പുട്ടനാണ് തിന്നത്. സുധിച്ചേട്ടൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. കാലത്ത് ഒരു 11, 12 മണിയായി ഫുഡ് കഴിച്ചപ്പോൾ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയില്ല. മിക്കപ്പോഴും ഞായറാഴ്ച അങ്ങനെയാണ് കേട്ടോ. നല്ല ശീലമല്ല എങ്കിലും നമ്മൾ വൈകി എണീക്കണോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വൈകും. പിന്നെ ഉച്ചക്കാലത്തേക്ക് വിശപ്പ് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ രാവിലത്തെ തന്നെ ഞാൻ എൻ്റെ ഒരു വിശപ്പ് മാറ്റാനായിട്ട് കഴിച്ചു. പിന്നെ സുധിച്ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു. പുട്ട് കംപ്ലീറ്റ് കഥം ഹോകയാണ്, പുട്ട് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് സുക്രുവിന് മുട്ട ചിക്കി ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ട് അതെ. ഹായ് പറയൂ. ഹായ് ഗൈസ്. ടൂർ പോകുന്നു പറ. എവിടേക്ക്? മലമ്പുഴ. മലമ്പുഴ. അങ്ങനെ സുക്രു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ മലമ്പുഴയ്ക്ക്. പിന്നെ ഇന്ന് വൈകുന്നേരം എനിക്ക് ക്രിസ്മസിൻ്റെ സംഭവങ്ങൾ സെറ്റാക്കണം എന്നുണ്ട്. പക്ഷെ കുഞ്ഞു ബലൂണാണ് മേടിച്ചിരിക്കുന്നത്, നക്ഷത്രമില്ല. ഒരു കുഞ്ഞ് സ്റ്റാറെങ്കിലും ഇല്ലെങ്കിൽ അതൊരു പൂർണ്ണതയിലെത്തില്ല. ചിലപ്പോൾ സ്റ്റാറിലാണ്ട് ഞാൻ ചെയ്യും, അറിയില്ല കേട്ടോ. എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും എന്താകുമെന്ന്. അപ്പോൾ നമുക്ക് ഉഴുന്നിപ്പോൾ വെള്ളത്തിലിട്ടുള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂർ വേണം അതൊന്ന് സോക്കായി കിട്ടാനായിട്ട്. ആ നേരം കൊണ്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഉഴുന്നുവടയുടെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കുഞ്ഞു വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അത് സോക്കായി കിട്ടും. അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ ഒന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഉറക്കമൊക്കെ എണീറ്റ് അപ്പോഴേക്കും തുമ്പിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേഴ്സറിയിൽ നിന്ന് കിട്ടിയ അമൃതം പൊടിയും ഞാൻ 2 വീലറിലാണ് എടുത്ത് വെച്ചിരുന്നത്.
അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വണ്ടിയുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഞാൻ തുമ്പിക്ക് കുറുക്കി കൊടുക്കട്ടെ കേട്ടോ. ഞാൻ എവിടെ പോയാലും രണ്ടും പിന്നെ എൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ള ഒരു ഷുഗറാണ് കേട്ടോ. ഇത് നമ്മുടെ അമൃതം പൊടി കുറച്ചുണ്ട് കേട്ടോ. അത് അമൃതം പൊടി അതിൽ 2 പാക്കറ്റ് അമ്മക്ക് കൊടുക്കണം. അതാണ് ഞാൻ കൂടുതലും വണ്ടിയിൽ നിന്ന് എടുക്കാഞ്ഞത്. ഞാൻ മുഴുവനായിട്ട് എടുക്കില്ല, എന്തെങ്കിലും ഒരെണ്ണം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. സ്റ്റാൻഡ് രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്, അതോടുകൂടി അതൊന്ന് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇച്ചിരി വിലയുണ്ട് നമ്മുടെ സ്റ്റാൻഡിന്. അപ്പം അതുകൊണ്ട് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ 100-200 രൂപ പോകുന്നുണ്ട് അത് നന്നാക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഷോർട്സ് എടുക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇത് മറ്റേ ഇങ്ങനെയല്ല വെക്കണം. അപ്പം പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. തുമ്പിക്കുട്ടിക്ക് ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അമൃതം പൊടി കൊടുക്കാറുണ്ട് കേട്ടോ. അമൃതം പൊടി നല്ലതാണ്, എല്ലാ ധാന്യങ്ങളും കൂടിയിട്ട് നമുക്ക് ഗവൺമെൻറ് തരുന്നതല്ലേ. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തുമ്പിക്ക് ഇങ്ങനെ അപ്പിടുമ്പോൾ മുറുക്കം പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കാറില്ല, ഇടക്കും പടക്കൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് സ്റ്റോർ ചെയ്ത് നല്ല ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പാക്കറ്റ് ഞാൻ അവിടെ കണ്ട് കൊടുക്കാറ്. അപ്പോൾ അവരിങ്ങനെ കുറുക്കി തിന്നും. പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടമില്ല കേട്ടോ. പണ്ടൊടുങ്ങി എനിക്കിങ്ങനെ കുറുക്ക് ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴായ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നു വരുന്നതല്ലാണ്ട് പണ്ടൊന്നും ഞാൻ തീരെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും തിന്നില്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ തുമ്പിക്ക് മാത്രമായിട്ട് കുറുക്കിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, 5-6 മണിക്കൂർ ഇരുന്നാലും തുമ്പി കഴിക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ പുറകെ ശുക്രമണി തുള്ളി കളിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പഞ്ചസാര ഇച്ചിരി വായിൽ വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പം ഞാൻ കരയണ്ടല്ലോ എന്ന് വെച്ച് കുറച്ച് പഞ്ചസാര വായിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കൊടുത്തോളേ. പുറത്ത് വന്നിരുന്നിട്ട് ദിയറാത്ത് വന്നിരുന്നിട്ടാണ് മിക്കപ്പോഴും ഞാൻ ഈ ഭക്ഷണം കൊടുക്കാറ്. കാരണം സുക്രുവിന് അകത്ത് നിന്നിരുന്ന് TV ഒക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുക്രു എന്തെങ്കിലും തിന്നു. പക്ഷേ തുമ്പി പുറത്ത് മറ്റേ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാട് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുലിയുണ്ട്, മാക്കാനുണ്ട്, കോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞ് വേണം തുമ്പിക്ക് കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ചിരി വരും കേട്ടോ, അമ്മാതിരിയാണ്. പക്ഷേ തുമ്പി എന്താണോ അതൊക്കെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. തുമ്പിനെ എനിക്ക് കഴിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ശുക്രുമണിക്ക് ഇഷ്ടമുള്ളത് മാത്രം ശുക്രു കഴിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അവനിങ്ങനെ എല്ലിച്ചു വരുന്നതെന്നാണ് എനിക്ക് തോന്നണത്. അവന് ഇഷ്ടമുള്ള മാത്രമേ അവൻ കഴിക്കുള്ളൂ. പിന്നെ എന്തായത് അവർ 2 പേരെയും ഞാൻ ഒതുക്കി നമ്മുടെ കറുത്തോ ഡോറ എന്നുണ്ട്, ഡോറ പാലവിറന്തോ വെച്ചിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ തുണികളൊക്കെ എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധിച്ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്, സുധിച്ചേട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ അതേ തുണിയൊക്കെ ഞാൻ എല്ലാം ഇട്ടിട്ട് ആ ഗ്രില്ലിൻ്റെ മുകളിലിട്ടിട്ട് ഒരുമിച്ചെടുക്കാന്നുള്ള എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതെല്ലാം കൂടെ മുകളിലേക്ക് എടുത്തിരുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു നിഗമനം തെറ്റി, എനിക്ക് പൊന്തിക്കാൻ പോലും പറ്റണ്ടായിരുന്നില്ല ഇത്രയും തുണികൾ ഒരുമിച്ച്. അങ്ങനെ എന്താ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഉള്ളിലോട്ട് കൊണ്ടുപോയത്. കാണാം കേട്ടോ, മടിയം മല ചുമക്കുമെന്ന് പറയണ പോലെ ചുമന്നിട്ട് എനിക്ക് പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി മുക്കാൽ തുണികൾ കയ്യിലെടുത്തുകൊണ്ടുപോയി ആദ്യം കൊണ്ടിട്ടു. അതിനുശേഷം രണ്ടാമത് കൊണ്ടിട്ടു. ഈ ഗ്രില്ല് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല അടിപൊളിയാണ്, നമുക്ക് അഴക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഈ ഒരു ഗ്രില്ലിൽ ഇട്ടാൽ മതി. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ തുണിയൊക്കെ പിന്നെ മടക്കാമെന്ന് വെച്ചിട്ട് അതിന് ശേഷം ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സൂചന എണീക്കുമ്പോൾ ചായ കൊടുക്കണം, ഉഴുന്നോട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്നോടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഉഴുന്നോടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടെ. നമ്മൾ കുതിർത്തിട്ടിരിക്കുന്ന ഉഴുന്ന് ഒരു മിക്സർ ജാറിലോട്ട് ഇടാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കട്ടെ. ഞാനിവിടെ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു മുരമുരപ്പ് ആ ഒരു പുറമേ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പിട. വെള്ളം നമ്മൾ തളിക്കുക മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് 1-2 ട്രിപ്പ് നമ്മൾ അടിച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുഴച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഉഴുന്നോടൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഉള്ളിൽ ആ ഒരു തൊളാന്ന് പറഞ്ഞ സംഭവമില്ല, അത് കിട്ടില്ല കേട്ടോ, ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ പായസം പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ് ഉഴുന്നോട് ഉണ്ടാക്കാനായിട്ട്. ഇതേപോലെ ഞാൻ മറ്റേ സലു കിച്ചണോ അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അയിത്തട കണ്ടിട്ടാണ് ഞാൻ ഉഴുന്നോടെ പഠിച്ചത് കേട്ടോ, ഷേപ്പ് ഉണ്ടാക്കാനായിട്ട്. ഈ ചായക്കടക്കാരൊക്കെ ഒറ്റ കയ്യിൽ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് 2 കൈ വേണം കേട്ടോ ഈ ഒരു തൊള്ളിടാനായിട്ട്. അപ്പം നമ്മൾ ആ ഒരു സംഭവത്തിൽ എന്തിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് മുഴുവനുള്ള കുരുമുളക്, കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. എനിക്കിവിടെ പിള്ളേർ തിന്നണോണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല.
പക്ഷേ പച്ചമുളക് എന്തേ ഇട്ടില്ല എന്ന് സൂചിച്ചേട്ടേന്ന് എനിക്ക് ചോദ്യം വന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം പച്ചമുളക് ഇടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല സൂപ്പറായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട എണ്ണയിൽ തന്നെയല്ല അവർ വറുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മ എന്ന് പറയുന്നത് ഫ്രഷിലായിരിക്കുമല്ലോ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എണ്ണ തിളച്ചതിന് ശേഷം സോസ് പാനിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. നമ്മുടെ 2 കൈ നന്നായിട്ട് നനച്ചെടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ ഇത് ഇത്രയും എടുത്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി നമ്മളിങ്ങനെ ഒന്ന് തുളച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളി ഇങ്ങനെ ഒന്ന് തുളച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ കയ്യിലോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എണ്ണ എന്തുട്ടാ മുകളിലോട്ട് തെറിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ 2-3 പ്രാവശ്യമൊക്കെ തെറിച്ചു വന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാനിൽ തന്നെ എന്തിട്ടാ 3-4 എണ്ണം ഇടുന്നുണ്ട്. ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞതിന് ശേഷം അപ്പുറത്തോട്ട് മറിക്കാട്ടെ. ഞാനിവിടെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് മൊരിയണേന് മുമ്പ് മറിച്ചോട്ടെ. ഇതല്ല ശരിക്കും കളർ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, അപ്പുറത്തെ അടപ്പിൽ ഞാൻ ചായ വെക്കുകയാണ്. സുധിച്ചേട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതേ കട്ടൻ ചായയാണ് തിളപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെയൊക്കെ കട്ടൻ ചായയാണ് കേട്ടോ ബെസ്റ്റ്. ഏലക്കയും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, കട്ടൻ ചായയിലോട്ട് ഏലക്ക. അപ്പോൾ അതേ ഇതാണ് കേട്ടോ കറക്റ്റ് ഒരു കളർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കളർ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്ത് അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചിട്ട് നമ്മളിത് കറക്റ്റ് ഉഴുന്നോടെ ഷേപ്പ് വന്നില്ല. എന്നെക്കൊണ്ട് എനിക്ക് തന്നെ വയ്യ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ദേ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ചായയും കൂടെ തിളപ്പിക്കുകയാണ്. 2 എണ്ണം കൂടെ ഞാൻ ഇതേപോലെ ഉഴുന്നുവട ഇതാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നാളേക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതുണ്ടാക്കാം, വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുക. ചമ്മന്തി അരക്കണമെന്ന് വിചാരിച്ചു. പിന്നെ സൂചേടൻ പറഞ്ഞു ചമ്മന്തി ഒന്നും അരക്കണ്ട, ഇപ്പോൾ ഏകദേശം രാത്രി ആവാറായി, ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ തട്ടോളൂ, ഇനി രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ചമ്മന്തി അരച്ചില്ല, നാളെ രാവിലെ തക്കാളി ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയും ഈ ചൂട് ഉഴുന്നോടെയും കൂടെ ആണ് കേട്ടോ അന്നത്തെ നമ്മുടെ ചായക്കടി ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ഞാൻ 2 എണ്ണവും കൂടെ പൊരിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 എണ്ണവും കൂടി പിള്ളേർക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ പിള്ളേർ കുറേ കിഴങ്ങ് വറുത്തത് ഐറ്റംസ് തിന്നതുകൊണ്ട് സുക്ര ഒരെണ്ണം തിന്നു, തുമ്പി പകുതി തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം ബാക്കി വന്നു കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ദിവസങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. സുധിച്ചേട്ടനും അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവരും പറയുന്നത് സത്യമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 5 രൂപ കൊടുത്ത ഒരു കടി നമുക്ക് കടയിൽ നിന്ന് കിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നല്ല രസമല്ലേ, അതിനും ഒരു പ്രത്യേക മാധുര്യം ഉണ്ടെന്ന് പറയണ പോലെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ സൂചിച്ചേട്ടൻ പറയാണ് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, പക്ഷേ നല്ല മധുരമുള്ള ചായയുമായിട്ട് നമ്മൾ കുടിക്കുമ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ബാലൻസ് ആയി പോകട്ടോ. അങ്ങനെ എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ കുറേ നേരം കഴിക്കുമ്പോൾ എനിക്ക് ഒരു സ്വാതന്ത്ര്യത്തിൽ കഴിക്കാൻ പറ്റാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ വീഡിയോ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് എന്തോ വാവാണെന്നുണ്ട്, വെളുത്ത വാവാണെന്നുണ്ട്. ചന്ദ്രൻ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. അതൊക്കെ എല്ലാം കൂടെ ചെയ്തപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായപ്പോൾ വൈൻഡിങ് അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ, ടാറ്റാ.